നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്താംതരം തുല്യത മലയാളം പാഠാവലിയിലെ കല്യാണസാരി എന്ന നാടകം ആ പാഠഭാഗമാണ് പഠിച്ചു നിർത്തിയത്. ഇനി നമുക്ക് ആ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്കൊന്ന് പോകാം. എല്ലാവരും തയ്യാറാണല്ലോ? ഒന്നാമത്തെ ചോദ്യം: ഈ ലഘുനാടകത്തിലെ സാമൂഹിക പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക. ഈ നാടകം ഒരു സാമൂഹിക പ്രശ്നത്തെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഉയർന്ന നായർ കുടുംബം, അവിടെ 4 കഥാപാത്രങ്ങളാണ് ഉള്ളത്: ഗൃഹനാഥൻ, ഗൃഹനാഥ, മകൻ, മകൾ. ഇവിടെ ആരും തന്നെ യാതൊരുവിധ ജോലിക്കും പോകുന്നില്ല. അതിനാൽ തന്നെ ആ വീട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയുമാണ് മിച്ചം. നേരാവണ്ണം ചോറുണ്ടിട്ട് ദിവസം എത്രയായി എന്ന സുശീലയുടെ സംസാരത്തിൽ നിന്നു തന്നെ ഇത് വ്യക്തമാണ്. മകന് വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, ചെറുപ്പക്കാരനാണ്. പക്ഷേ അവൻ പണിക്കൊന്നും പോകുന്നില്ല. അവന് ഒരുപക്ഷെ ഉയർന്ന ജോലി വേണമായിരിക്കാം. അതിനുവേണ്ട ഇന്റർവ്യൂകളിൽ അവൻ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോലും പോകണമെങ്കിൽ അവന് അമ്മയുടെ കയ്യിൽ നിന്നും പണം ലഭ്യമാകണം. അതിനുള്ള പണം പോലും അവന്റെ കയ്യിലില്ല. അച്ഛനാകട്ടെ ജോലിയൊന്നും ചെയ്യാതെ ദിവസം മുഴുവൻ ബീഡി വലിച്ച് അങ്ങനെ സമയം കളയുകയാണ്. ഒരു മകളുള്ളത് വീട്ടിലെ പണികൾ പോലും ചെയ്യാൻ മടി കാണിച്ചിട്ട് അടുത്ത വീട്ടിൽ മോഹൻലാലിന്റെ സിനിമയും കണ്ണുനീർ സീരിയലുകളും കണ്ട് സമയം തള്ളി നീക്കുന്നു. ഇനി ഗൃഹനാഥയാണുള്ളത്. അവരാകട്ടെ സ്ത്രീകൾ പുറത്തു പോകുന്നത് അപമാനമെന്ന് കരുതുന്ന ഒരു സമൂഹത്തിന്റെ പ്രതീകമാണ്. ഉയർന്ന കുടുംബം, നായർ കുടുംബം. ഒരുപക്ഷെ മുൻ കാലങ്ങളിൽ ആ കുടുംബം വളരെ പേരും പ്രശസ്തിയും പണവുമൊക്കെ ഉണ്ടായിരുന്ന കുടുംബം ആയിരിക്കാം. ഇന്ന് ക്ഷയിച്ച് ഈ അവസ്ഥയിൽ എത്തിയതായിരിക്കാം. എന്തായാലും അത്രയും വലിയ ഒരു വീട്ടിൽ നിന്ന്, ഒരു തറവാട്ടിൽ നിന്ന് പുറത്ത് കൂലിപ്പണിക്ക് പോകുന്നതോ പാടത്ത് പണിയെടുക്കാൻ പോകുന്നതോ അവർക്ക് സാധ്യമായിരുന്നില്ല. അതിനുള്ള കാരണം അവരുടെ ദുരഭിമാനം തന്നെയാണ്. തങ്ങളെപ്പോലെയുള്ളവർ പുറത്ത് സാധാരണക്കാരായ ആളുകളുടെ ഒപ്പം കൂലിപ്പണി ചെയ്യുന്നത് ഒരു അപമാനകരമായ പ്രവൃത്തിയായിട്ട് അവർ കണ്ടിരിക്കണം. ദാരിദ്ര്യവും പട്ടിണിയും അവർ സഹിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. അതിൽ അവർക്കൊരു പ്രയാസവുമില്ല. എന്നാൽ പണിക്ക് പോകാനാണ് അവർക്ക് ബുദ്ധിമുട്ട്. പണി ചെയ്യാൻ അവർക്ക് അറിയുകയില്ല, അല്ലെങ്കിൽ മടിയാണ്. ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ച് അവർ ആ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നു. അതിൽ നിന്നും പുറത്തു കടന്ന് എന്തു പണിയും ചെയ്യാൻ തയ്യാറാകാൻ അവർ ശ്രമിക്കുന്നില്ല. രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ കുറച്ച് സംഭാഷണ ശകലങ്ങളാണ്, ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശമാണ്, അതിൽ തെളിയുന്ന കാഴ്ചപ്പാടാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യത്തേത് സുശീല പറയുന്നതാണ്: കല്യാണസാരി കത്തുക, ഇത് വല്ലാത്തൊരു ദുശകുനമാണല്ലോ. ഇപ്പോ തന്നെ എന്തൊക്കെ സഹിക്കണം, ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും ആവോ. നാടകത്തിലെ കുടുംബനാഥയായ സുശീല, അവർ നിധി പോലെ കാത്തുവച്ചിരുന്ന അവരുടെ കല്യാണസാരി അതിതാ അവരുടെ ഭർത്താവിനാൽ, അയാളുടെ പുകവലിയാൽ കത്തിപ്പോയിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗം. ഇത് വലിയ ഒരു ദുശകുനമായിട്ട് സുശീല കാണുന്നു. നല്ല ശകുനവും ചീത്ത ശകുനവും ഉണ്ടല്ലോ. നമ്മൾ ശകുനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുമാണ് പൊതുവെ മലയാളികൾ. ഇവിടെ സാരി കത്തിയതിനെ, അതും കല്യാണ സാരി കത്തിയതിനെ സുശീല ഒരു ദുശകുനമായിട്ട് കാണുന്നു. അവരുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ പല ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിക്കുന്നത്. ദാരിദ്ര്യവും പട്ടിണിയും. ഒരു നേരത്തെ ആഹാരം പോലും വയറു നിറച്ച് കഴിക്കാൻ സാധിക്കാത്തത്ര ദാരിദ്ര്യം. മാത്രവുമല്ല ഏതു സമയത്തും വഴക്ക്. മകനാണെങ്കിൽ പണം കൊടുക്കാത്തതിന് വഴക്ക്. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എറിഞ്ഞുടയ്ക്കുന്നു. ഭർത്താവാണെങ്കിൽ ഏതു നേരവും പുക വലിച്ചുകൊണ്ട്
വീട്ടിലിരിക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അവസ്ഥയാണ് സുശീലയുടെ വീട്ടിൽ ഉള്ളത്. ഇപ്പോഴിതാ ദുശഗുണം എന്ന പോലെ കല്യാണ സാരിയും കത്തിയിരിക്കുന്നു. ഇനിയും ഇതിലധികം ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ തനിക്ക് സഹിക്കേണ്ടി വരുമോ എന്ന ചിന്തയാലാണ് സുശീല ഇങ്ങനെ പറയുന്നത്. അടുത്തത് പാറുക്കുട്ടിയുടെ ഒരു സംഭാഷണമാണ്. ഇതോണ്ട് പൊതയ്ക്കാം, അല്ലെങ്കിൽ ഇതോണ്ട് നല്ല ചവിട്ടി ഉണ്ടാക്കാം. ഞാൻ പഴയ തുണി കൊണ്ടാണ് ചവിട്ടി ഉണ്ടാക്കാറ്. നിങ്ങളുടെ ചവിട്ടി ഏതായാലും കാണാനില്ല എന്നല്ലേ പറഞ്ഞത്. ഇവിടെ സുശീലയുടെ കല്യാണ സാരി തന്റെ ഭർത്താവ് ബീഡി വലിച്ചതിനെ തുടർന്ന് ഒരു ഭാഗം കത്തിപ്പോയിരിക്കുന്നു. ആ സാരി ഇനി ഒരു പ്രയോജനവുമില്ല എന്ന മട്ടിൽ സുശീല എടുത്ത് കളയാൻ പോവുകയാണ്. ഇത് കണ്ടിട്ട് പാറുക്കുട്ടി പറയുന്നു, ആ സാരി കളയണ്ട, അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഈ കത്തിപ്പോയ സാരി കൊണ്ട് എന്തു പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് പുതയ്ക്കാമെന്നും തണുപ്പുണ്ടെങ്കിൽ നമുക്ക് പുതപ്പായിട്ട് ഉപയോഗിക്കാമെന്നും അല്ലെങ്കിൽ നമുക്ക് ആ സാരി ഉപയോഗിച്ച് ചവിട്ടി ഉണ്ടാക്കാമെന്നും പാറുക്കുട്ടി പറയുന്നു. അതായത് ഉപയോഗിക്കാൻ കൊള്ളുകയില്ലാത്ത ഏതൊരു വസ്തുവും നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കാൻ സാധിക്കും. പാറുക്കുട്ടിയുടെ ഈ വാക്കുകൾ അർത്ഥവത്താണ്. കാരണം ആ സാരി രണ്ട് നല്ല ചവിട്ടികൾ ഉണ്ടാക്കാം. ചവിട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിലെ അഴുക്കും പൊടിയും ഒക്കെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ അത് പറ്റിപ്പിടിപ്പിക്കുന്ന ഒരു വസ്തുവാണല്ലോ. നമ്മൾ വീടിന്റെ വാതിൽ ഭാഗങ്ങളിലും മറ്റും ഇടുന്ന ഒരു വസ്തു. അപ്പോൾ ഇവിടെ വിശിഷ്ടമായ നിധി പോലെ സുശീല കാത്തു സൂക്ഷിച്ചിരുന്നതാണ് ആ സാരിയെങ്കിലും അത് കത്തിപ്പോയത് കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ചവിട്ടി ഉണ്ടാക്കാം എന്ന് അതുകൊണ്ടാണ് പാറുക്കുട്ടി പറയുന്നത്. അടുത്ത വാക്കുകൾ. സുശീല, ഒന്നും ചെയ്ത ശീലമില്ല എനിക്ക്. പാറുക്കുട്ടി, ആരും പണി മുഴുവനെ പഠിച്ചിട്ടൊന്നുമല്ല ജനിച്ചു വീഴണത്, ചെയ്യാനുള്ള മനസ്സുണ്ടായാ മതി. സുശീല, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു പണിയും അറിയില്ല. പാറുക്കുട്ടി, മറ്റുള്ളവരുണ്ടാക്കി തരുമെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവനോൻ പണിയെടുത്ത് തിന്നണത് ഒരു സുഖം തന്നെയാ. ഈ സംഭാഷണങ്ങളിൽ തെളിയുന്ന കാഴ്ചപ്പാട് ചർച്ച ചെയ്ത് കുറിപ്പെഴുതുക. കല്യാണസാരി എന്ന നാടകത്തിലെ ഗൃഹനാഥയായ സുശീലയും അവിടെ എത്തിച്ചേരുന്ന പാറുക്കുട്ടി എന്ന സ്ത്രീയും തമ്മിലുള്ള സംഭാഷണ ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. തന്റെ കല്യാണസാരി കത്തിപ്പോയതിനെ തുടർന്ന് വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ, അതിനാൽ ജീവിതം മതിയായി എന്ന് പറഞ്ഞ് തന്റെ കല്യാണസാരിയിൽ തന്നെ ജീവനൊടുക്കാൻ ശ്രമിക്കുകയാണ് സുശീല ചെയ്യുന്നത്. ആ കാഴ്ച കണ്ട് അവിടെ എത്തുന്ന പാറുക്കുട്ടി സുശീലയെ അതിൽ നിന്നും വ്യതിചലിപ്പിച്ച് ആ മാർഗത്തിൽ നിന്നും മാറ്റിയിട്ട് അവരോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ. പുറത്ത് പണിക്ക് പോകണം, ഞാൻ ജീവിക്കുന്നത് കണ്ടില്ലേ, എനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, എന്നിട്ടും ഞാൻ എന്തെല്ലാം തരം പണികൾ ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പാറുക്കുട്ടി പറയുമ്പോൾ എനിക്ക് ഒരു പണിയും ചെയ്ത ശീലമില്ല, ഞാൻ ഇതുവരെ വീട്ടിലെ ജോലികളല്ലാതെ പുറത്തുപോയി ഒരു പണിയും ചെയ്തിട്ടില്ല എന്ന് സുശീല ദയനീയതയോടെ പറയുന്നു. അത് കേട്ടിട്ട് ആരും പണി പഠിച്ചിട്ടൊന്നും അല്ല ജനിച്ചു വീഴുന്നതെന്നും പണി ചെയ്യാൻ മനസ്സുണ്ടായാൽ മതിയെന്നും പാറുക്കുട്ടി പറയുന്നു. ശരിയല്ലേ, നമ്മളെല്ലാവരും ഓരോ പണി നമ്മൾ പണി പഠിച്ചിട്ടാണോ അത് ചെയ്യുന്നത്? പക്ഷെ പണി ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. ആ പണി അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ അറിയാതെ അത് പഠിക്കും. പണി ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. അല്ലാതെ ആരും ജനിച്ചു വീഴുമ്പോൾ പണി പഠിച്ചിട്ടൊന്നുമല്ല വരുന്നതെന്ന് സുശീല പറയുന്നു. സുശീലയല്ല, സോറി, പാറുക്കുട്ടി പറയുന്നു. അത് കേട്ടിട്ട് സുശീല പറയുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഒരു പണിയും അറിയില്ല എന്ന് പറയുന്നു. മറ്റുള്ളവരുണ്ടാക്കി തരുമെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അവനോൻ പണിയെടുത്ത് തിന്നണത് ഒരു സുഖം തന്നെയാ. പാറുക്കുട്ടി അത് കേട്ടിട്ട് പറയുകയാണ്, മറ്റുള്ളവർ വീട്ടിലെ മകനോ മകളോ ഭർത്താവോ അവരൊക്കെ ഉണ്ടാക്കി അവരൊക്കെ ജോലി ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ജീവിക്കാൻ തരുമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ പണിയെടുക്കണം. അങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്നതിന് എന്തൊരു സുഖമാണ് എന്ന് പാറുക്കുട്ടി പറയുന്നു. വളരെ സത്യം തന്നെയാണത്. നമ്മൾ പണിയെടുത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ആത്മസുഖം ഒന്ന് വേറെ തന്നെയാണ്. പകലന്തിയോളം പണിയെടുത്ത് വൈകുന്നേരം അതിന്റെ കൂലി കിട്ടുമ്പോൾ അത് അല്പമേ ഉള്ളൂവെങ്കിൽ പോലും ആ പണത്തിന് നമ്മൾ വലിയ മൂല്യം കൊടുക്കും. കാരണം അത് നമ്മുടെ അധ്വാനത്തിന്റെ വിലയാണ്.
മറ്റൊരാൾ പണിയെടുത്ത് കൊണ്ടുവരുന്ന പണം അതിന് നമ്മൾ യാതൊരു വിലയും കൊടുക്കുന്നില്ല. കാരണം ആ അധ്വാനത്തിന്റെ വില നമ്മൾ അറിയുന്നില്ല. നമ്മൾ പണി ചെയ്ത് ഉണ്ടാക്കുന്ന പണം, ആ പണം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് വലിയൊരു സുഖം ലഭിക്കും എന്നാണ് പാറുക്കുട്ടി പറയുന്നത്. പൊതുവിൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് പണി ചെയ്ത് ജീവിക്കണം. അതിലൂടെ ലഭിക്കുന്ന ആ ജീവിത സുഖം വളരെ വിലമതിക്കാനാവാത്തതായിരിക്കും എന്നതു തന്നെ. അടുത്ത ചോദ്യം, രാമകൃഷ്ണൻ നായരാണ് തന്റെ കല്യാണ സാരി കത്താൻ കാരണക്കാരനായെന്ന നിഗമനത്തിൽ സുശീല എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അതിന്റെ സൂചനകൾ എന്തെല്ലാം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. മകൾ തുണി കഴുകാൻ കൊണ്ടുപോയ കൂട്ടത്തിൽ സുശീലയുടെ കല്യാണ സാരിയും ഉണ്ടായിരുന്നു. അഴയിൽ വിരിക്കുന്ന സന്ദർഭത്തിൽ സുശീല അത് അല്പം കീറിയതായിട്ട് കാണുന്നു. മകൾ അലക്കിയപ്പോൾ, തുണി കഴുകിയപ്പോൾ കീറിയതാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ആദ്യം അവർ ചെയ്തത്. പക്ഷേ പിന്നീട് മകൾ പറഞ്ഞപ്പോഴാണ് അത് അലക്കിയപ്പോൾ കീറിയതല്ല, മറിച്ച് തീ എന്തോ വീണ് കത്തിയതാണെന്ന് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് അവർക്ക് ഓർമ്മ വരികയാണ്, തലേ ദിവസം രാത്രിയിൽ തണുത്ത് വിറച്ച് കിടന്നപ്പോൾ, ഭർത്താവ് കിടന്നപ്പോൾ സുശീല തന്നെയാണ് പാവം തോന്നിയിട്ട് ആ സാരി ഭർത്താവിന് രാമകൃഷ്ണൻ നായർക്ക് പുതയ്ക്കാനായിട്ട് കൊടുത്തത്. അയാളാണെങ്കിൽ ഏതു നേരവും പുകവലിക്കുന്ന ശീലമുള്ള ആളും. ഒരുപക്ഷെ ആ പുതച്ച് കിടന്നിരുന്ന സമയത്തും അയാൾ പുക വലിച്ചിരിക്കണം. അങ്ങനെ ആ ബീഡിയുടെ തീപ്പൊരി ഒരുപക്ഷെ ആ സാരിയിൽ വീണേക്കാം, അങ്ങനെ അത് കത്തി പോയേക്കാം. ഇതുകൊണ്ടാണ് സുശീല അത് സാരി കത്തിച്ചത് രാമകൃഷ്ണൻ നായരാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്നും പഠിക്കാനായിട്ടുള്ളത്. ഇതില് അനുബന്ധ ചോദ്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇല്ല. വളരെ ലളിതമായ ഒരു പാഠഭാഗമാണ് ഈ പ്രസ്തുത പാഠഭാഗം. പാഠമൊന്ന് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഞാനിത് പാഠം എടുത്തപ്പോൾ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. അതിന്റെ ആശയങ്ങൾ മാത്രമാണ് കൂടുതലായിട്ടും പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് ഒന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ പാഠവുമായിട്ട് അടുക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അല്ലേ? ഇനി നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ